Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എവിടെ വരെ കംപ്ലീറ്റ് ആയിരുന്നു? നെക്സ്റ്റ് ഇനി PNDT ആക്ട് അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ PNDT ആക്ട്. അപ്പൊ അതിൽ കഴിഞ്ഞ ഒരു 4 ആക്ടും കൂടിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. അതിൽ PNDT ആക്ട് എന്ന് പറഞ്ഞാൽ PC PNDT ആക്ട് വാസ് approved on 20th September 1994. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടത് 20th September 1994 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? അത് 1994 സെപ്റ്റംബർ 20 ഈ ഒരു നിയമം അംഗീകരിക്കപ്പെട്ടത്. Then the pre-conception and prenatal diagnostic technique ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് PNDT expanded form ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Preconception and prenatal diagnostic technique, that is prohibition of sex selection act എന്ന് വെച്ചാല് PNDT ആക്ട് എന്ന് പറയാറുണ്ട്. ഇതിനെ PCPNDT ആക്ട് എന്ന് പിന്നീട് ഭേദഗതി ചെയ്യുകയുണ്ടായി. ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ എന്തിനു വേണ്ടിയുള്ള ആക്ട് ആയിരിക്കും? ലിംഗനിർണയ നിരോധന നിയമം എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ ലിംഗ നിരോധന നിരോധന നിയമം. എന്തിനു വേണ്ടിയാണ് ഈ ഒരു നിയമം ഉണ്ടായിരിക്കുക? എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു നിയമം ഉണ്ടാവുക? നമുക്കറിയില്ലേ, ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? നമ്മളോട് അവരെന്ത് ചെയ്യാറ്? പെൺകുട്ടിയാണോ അല്ലെങ്കിൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയാറുണ്ടോ? ഇല്ല, ഇല്ലേ? അപ്പൊ അതാണ് ശരിക്കും ഈ ഒരു നിയമത്തിലൂടെ ഉറപ്പുവരുത്തുന്നത്. അതായത് ലിംഗനിർണയം ഇവിടെ ഈ ഒരു നിയമത്തിന് കീഴിൽ എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നിരോധനം കൊണ്ടുവന്നത്? എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ കുട്ടിയാണാണോ പെണ്ണാണോ എന്നൊക്കെ അറിഞ്ഞ എന്റെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായിരുന്നു ഇത്? ഈ ഒരു നിയമം അബോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ? കൂടുതലും പെൺകുട്ടികളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് പെൺഭ്രൂണ ഹത്യ തടയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു PNDT ആക്ട് അല്ലെങ്കിൽ PCPNDT ആക്ട് എന്ന് പറയുന്നത് പ്രീകോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്, അതായത് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ലിംഗനിർണയ നിരോധന നിയമം എന്ന് പറയുന്ന ഈ ഒരു ആക്ട് അല്ലെങ്കിൽ നിയമം is a statute approved to stop the female feticide that has resulted in declining female sex ratio in India. ഇന്ത്യയിലെ ഫീമെയിൽ സെക്സ് റേഷ്യോയില് കുറവ് വരും അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ അതിലൂടെ എന്തുകൊണ്ടാണ് കുറവ് വരുന്നത്? ഇങ്ങനെയുള്ള നമ്മൾ ലിംഗം നിർണയിച്ചു കഴിഞ്ഞാല് കുട്ടി പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യുന്നു? അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പെൺഭ്രൂണ ഹത്യ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിലെ സ്ത്രീലിംഗ അനുപാതം വളരെ കുറയുന്നതിന് കാരണമായിട്ടുള്ള ഈ ഒരു പെൺഭ്രൂണ ഹത്യയെ തടയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് അൾട്രാസൗണ്ട് പോലെയുള്ള ഒരുപാട് നമ്മള് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? പ്രസവപൂർവമായിട്ട് നമ്മൾ ഓരോരോ രോഗങ്ങളെ, കുട്ടിക്ക് എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടോ, ശരിയായ രീതിയിലുള്ള വളർച്ച നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി പല ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അൾട്രാസൗണ്ട് പോലെയുള്ള പല ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു നിയമത്തിന് കീഴില് പറയുന്നത് ഇങ്ങനെ ഏതൊരു ടെക്നിക് ഉപയോഗിക്കുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ആ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യ എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുന്നു എന്നാ പറയുന്നേ?
ആ കുട്ടിയുടെ രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജനിതക വൈകല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ ഡിസബിലിറ്റീസോ കാര്യങ്ങളോ ആ കുട്ടിക്കുണ്ടോ, വളർച്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ മാത്രമേ ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും ലിംഗനിർണയം അതുവഴി ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു PNDT ആക്ട് അല്ലെങ്കിൽ ഈ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ടിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? PNDT ആക്ട് അല്ലെങ്കിൽ PCPNDT ആക്ട് എന്ന് പിന്നീട് അത് ഭേദഗതി ചെയ്യുകയുണ്ടായിരുന്നു. ഇതിന്റെ പേര് രൂപമാറ്റം വരും. ക്ലിയർ ആണോ? അത് PNDT ആക്ട് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് MTP ആക്ട്. MTP ആക്ട് എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് MTP ആക്ട്? എന്തിനു വേണ്ടിയായിരിക്കും? പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക അല്ലെ? ഗർഭാവസ്ഥയുടെ ഒരു 20 ആഴ്ച വരെയും ഗർഭം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആക്ട് വഴി എന്ത് ചെയ്യുന്നുണ്ട്? അനുവാദം നൽകുന്നുണ്ട്. അത് എല്ലാവർക്കും അനുവാദം നൽകുമോ? എല്ലാവർക്കും അനുവാദം നൽകുന്നുണ്ടോ? ഇല്ല. ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അല്ലെ? അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് ഇപ്പൊ ഒരു എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ്, ഇപ്പൊ അതായത് ഈ ഒരു പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം അത് ആ അമ്മയുടെ ജീവന്, കുഞ്ഞിന്റെ ജീവന് ഒരുപാട് അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റേപ്പ് കേസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ കുട്ടി 18 വയസ്സിന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൺസേണും സമ്മതവും ഒക്കെ പ്രകാരം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അബോർഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി നമുക്ക് അവസാനിപ്പിക്കാനൊക്കെ പല ചില സിറ്റുവേഷൻസിനനുസരിച്ച് ഈ ഒരു പ്രഗ്നൻസി ഒരു 20 ഗർഭാവസ്ഥയുടെ ആ ഒരു 20 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഗർഭം അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? അനുവാദം നൽകുന്നുണ്ട്. സോ an act to provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked therein. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചില പ്രഗ്നൻസികൾ നമുക്ക് തടയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു ആക്ട് വഴി സാധിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ തോന്നുന്ന ആളുകൾ ചെയ്താൽ മതിയോ? ഇല്ല. ഒരു മെഡിക്കൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷനിലുള്ള പ്രഗ്നൻസികളെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർത്തലാക്കാനായിട്ടുള്ള അനുവാദം ഈ ഒരു ആക്ട് വഴി നൽകുന്നുണ്ട്. ആൻഡ് ഫോർ മാറ്റേഴ്സ് ലിങ്ക്ഡ് therein, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു നിയമമാണ് MTP ആക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം MTP ആക്ട് എന്ന് പറയുമ്പോൾ ഇത് പല സിറ്റുവേഷൻസിലും ഇതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. നമുക്ക് അമ്മയുടെ ജീവൻ നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണെങ്കിൽ ഈ പറയുന്ന ഒരു മെഡിക്കൽ ടെർമിനേഷൻ നടത്തേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ കേസുകളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ടെർമിനേഷൻ നടത്തേണ്ടി വരാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 18 വയസ്സിന് താഴെയാണ് ആ ഒരു കുട്ടിയുടെ ഏജ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻഫോംഡ് ആയിട്ടുള്ള കൺസേൺ പ്രകാരം എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ഗാർഡിയനിൽ നിന്നുള്ള സമ്മതം വാങ്ങിയിട്ട് ഈ പറയുന്ന ടെർമിനേഷൻ നടത്താറുണ്ട്. അങ്ങനെ പല കേസുകൾ അനുസരിച്ച് നമുക്ക് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അപ്പൊ അതൊരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ ഒരു ആക്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യം ക്ലിയർ ആണോ? MTP ആക്ട് ഇതിന്റെ വർഷമോ അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോക്കണം കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കണം. ഓക്കെ. അടുത്തതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്, BWM റൂൾസ് എന്നുള്ള ഷോർട്ട് ഫോം ആയിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ BWM ആക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസിൽ ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came into operation in 1998. 1998 ഇത് നിലവിൽ വരുന്നത്. ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മാസ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റസ്. ഇത് ശരിക്കും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക് ആയിക്കോട്ടെ, ഏതൊരു സ്ഥാപനവും അവരുടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്യുന്നു? അവരുടെ
ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. അപ്പൊ അതില് ഈ 1998 നിലവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റസ് ഒരു കാരണവശാലും മറ്റു വേസ്റ്റുകളുമായിട്ട് ഇടകലർത്താൻ പാടില്ല. And the biomedical waste must be sorted out of containers or bags at the points of generation before its storage, transportation, treatment and disposal. അപ്പൊ നമുക്കറിയാം ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകൾ എവിടെ നിന്നാണ്, അപ്പൊ ഹോസ്പിറ്റലിലെ പല ഏരിയാസിലായിരിക്കും ഇത് കൂടുതലും ഉണ്ടാവുക. അപ്പൊ അത് എവിടെയാണോ ഇത് ജനറേറ്റ് ചെയ്യുന്നത് ആ ഇടത്ത് നിന്ന് തന്നെ നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അതല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ എടുത്ത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന് മുൻപായിട്ട് നമ്മൾ അത് പ്രത്യേകമായിട്ട് തരം തിരിച്ച് കണ്ടെയ്നറുകളിലോ ബാഗുകളിലോ ആക്കിയായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 നിലവിൽ വന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ആവാം, ഒരു ക്ലിനിക് ആവാം, അല്ലെങ്കിൽ ഒരു ഏതൊരു ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആവാം, അവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക മുതലായ കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ അതില് ബയോമെഡിക്കൽ വേസ്റ്റസ് ഒരിക്കലും മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഏത് പോയിന്റിൽ ഏത് സ്ഥലത്ത് വെച്ചാണോ ആ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവുന്നത് അവിടെ വെച്ച് തന്നെ അത് സ്റ്റോർ ചെയ്യുന്നതിന് മുൻപ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ്, അതുപോലെ തന്നെ ഡിസ്പോസൽ നടത്തുന്നതിന് മുൻപായിട്ട് വളരെ ശ്രദ്ധാപൂർവം അത് സോർട്ട് ചെയ്ത് വേർതിരിച്ച് കണ്ടെയ്നറുകളിലോ ബാഗുകളിലോ ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആണോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്? Okay. Then last rule ആണ്, last act ആണ് Prevention of Violence and Damage to Property Act 2012. അതായത് ഇതെന്ന് പറയുന്ന ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് അക്രമം തടയുക അല്ലെങ്കിൽ സ്വത്തിന് നാശനഷ്ടം തടയുന്ന നിയമം. അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിലെ സ്വത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കെതിരെയോ എന്തെങ്കിലും അക്രമങ്ങളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വർഷത്തെ പിഴയോ ശിക്ഷയോ കിട്ടും എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിരിക്കുന്നേ ആസിയ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ചിലര് കണ്ടു കാണും. പിന്നെ ഗോമേക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയും പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്നത് ആൻഡ് ആക്ട് ടു ബാൻ വയലൻസ് അഗെയിൻസ്റ്റ് health care service persons and to prevent damage and loss to property in health care service institutions and for matters related to them. എന്ന് വെച്ചാല് ഇപ്പൊ ആരോഗ്യ സേവന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആർക്കെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കെതിരായിട്ടുള്ള ആക്രമം നിരോധിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ആരോഗ്യ സേവന സ്ഥാപനങ്ങളിലെ സ്വത്തുക്കളുടെ നാശനഷ്ടങ്ങളും തടയുന്നു. അപ്പൊ ആ സ്വത്തുക്കളോ അല്ലെങ്കിൽ ആ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കോ യാതൊരു വിധത്തിലുമുള്ള അക്രമങ്ങൾ അവർക്കെതിരായിട്ട് ഉണ്ടാകാൻ പാടില്ല. അത് നിരോധിക്കുന്ന ഒരു നിയമമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. ഒരു ആരോഗ്യ സേവന സ്ഥാപനത്തിലെ അവിടുത്തെ വ്യക്തികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ തടയുക, അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് അല്ലെ, അവരുടെ പൊതുവായിട്ടുള്ള സ്വത്തുക്കളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള അക്രമങ്ങൾ തടയുക. ഇതെല്ലാം തടയുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ക്ലിയർ ആണോ? അത് ആക്ട് ക്ലിയർ ആണോ? നമ്മള് എത്ര ആക്ട് പറഞ്ഞു? PMDT ആക്ട് പറഞ്ഞു, MTP ആക്ട് പറഞ്ഞു, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് പറഞ്ഞു, പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 പറഞ്ഞു. ഇത് 4 എണ്ണം ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി മിസ് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. 4th മോഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 3rd മോഡ്യൂളിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4th മോഡ്യൂളിലെ ചാപ്റ്റർ. 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഏതെങ്കിലും ടീച്ചേഴ്സ് 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ?
ഓക്കെ, അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇത്തിരി പേജ് ലെങ്ത് കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ പല എക്യുപ്മെന്റ്സുകൾ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിലെ ഈ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാല് ഒരു ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലീജിയസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടോ ഒരുപാട് ട്രസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ രൂപീകരിക്കാറില്ലേ? ആ ട്രസ്റ്റുകള് നിർബന്ധമായിട്ടും ഓരോരോ സംസ്ഥാനത്തിനും അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ പബ്ലിക് ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റേജിലുള്ള നിയമത്തില് നിർബന്ധമായിട്ടും ഇങ്ങനെ ആ ഓരോ സംസ്ഥാനത്തും പുതിയതായിട്ട് രൂപപ്പെടുന്ന ഇങ്ങനെയുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകള്, ഇപ്പൊ ചാരിറ്റിക്ക് വേണ്ടിയാവാം, റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടാവാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ട്രസ്റ്റുകള് നിർബന്ധമായിട്ടും ആ ഒരു ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. ആ ഒരു രജിസ്റ്റർ, അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, അതായത് ഒരുപാട് ചാരിറ്റിക്ക് വേണ്ടി പുതിയതായിട്ട് ഹോസ്പിറ്റലുകൾ പണിയുന്ന പബ്ലിക് ട്രസ്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു എങ്ങനെ, അതായത് അങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ പണിത് അതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഒക്കെ നോക്കി നടത്തുന്ന അങ്ങനെയുള്ള ചാരിറ്റബിൾ പബ്ലിക് ചാരിറ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റുകള് ആ ഒരു സ്ഥാപനങ്ങള് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രസ്റ്റും കൂടി രജിസ്റ്റർ ചെയ്തിരിക്കണം. സ്ഥാപനത്തെ രജിസ്റ്റർ ചെയ്യണം. അത് കൂടാതെ ഈ ട്രസ്റ്റുകൾ നിർബന്ധമായിട്ടും നമ്മുടെ അതാത് സ്റ്റേറ്റുകളുടെ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് ആ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് അവിടെ നടത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ? സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ആരാണ് ചോദിച്ചത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പബ്ലിക് ട്രസ്റ്റുകളുടെ കാര്യമല്ലേ പറയുന്നേ. അവിടെ പറയുന്നത് ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അവർ മേൽനോട്ടം വഹിക്കുന്നതോ ആയിട്ട് അല്ലെങ്കിൽ അവർ പ്രവർത്തിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രേഷൻ. മനസ്സിലായോ? മറ്റത് ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ ആണ് പറയുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയുള്ള ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷൻ ആണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. മനസ്സിലായോ? മറ്റ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് അതില് ഈ ചാരിറ്റിയിലുള്ള ഈ ട്രസ്റ്റുകൾ നടത്തുന്ന കുറെ ഹോസ്പിറ്റലുകളില്ലേ, അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, ആ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ രജിസ്ട്രേഷൻ ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ പറയുന്നത്. മനസ്സിലായോ? ഈ ട്രസ്റ്റുകള് മുന്നിൽ നേരിട്ട് നടത്തിയതോ അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിട്ടുള്ളതോ അവർ മാനേജ് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടോ ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. ആ സ്ഥാപനമാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ, ഒരു ചാരിറ്റി, ഒരു പബ്ലിക് ട്രസ്റ്റ് ചാരിറ്റിക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ നിർമ്മിച്ചു എന്ന് വിചാരിക്കാം. ആ ഹോസ്പിറ്റലിനെ രജിസ്റ്റർ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സൗണ്ട് കുറവാണോ? ഇവിടെ ഓക്കെ ആണല്ലോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് മനസ്സിലായോ? ഡിഫറൻസ് എന്താന്ന് മനസ്സിലായോ? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് മനസ്സിലായോ? അപ്പൊ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസിന് വേണ്ടിയോ ഉണ്ടാകുന്ന പുതിയതായിട്ടുള്ള ട്രസ്റ്റുകളില്ലേ, പബ്ലിക് ട്രസ്റ്റുകളില്ലേ. ഇപ്പൊ നമ്മൾ ഒരുപാട് ട്രസ്റ്റുകൾ വരുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ ഒരുപാട് ട്രസ്റ്റുകൾ വരാറില്ലേ, ഇന്ന ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ്. അതുപോലെ മതപരമായിട്ടും ഒരുപാട് ട്രസ്റ്റുകൾ വരാറുണ്ട് അല്ലെ, രൂപപ്പെടാറുണ്ട്. അങ്ങനെ പുതിയതായിട്ട് രൂപപ്പെടുന്ന ട്രസ്റ്റുകൾ പ്രവർത്തിക്കണമെങ്കിൽ അവർ ഈ സ്റ്റേറ്റിന്റെ ആക്ടിന് കീഴിൽ, ഒരു ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം.
ആ ട്രസ്റ്റ് ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. മറ്റത് ആ ട്രസ്റ്റ് മുന്നിൽ കൊണ്ട് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടും ഓക്കെയാണ്. ഓക്കെ, ഇനി ഏതാണ് ലാസ്റ്റ് പറഞ്ഞതാണോ ചോദിച്ചേ? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് ആണോ ചോദിച്ചത്? ഷഹനാസ്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്നത് ഇപ്പൊ ഒരു ആരോഗ്യ സേവന സ്ഥാപനം, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അപ്പൊ അത് എന്താണ്? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക്, സർവീസ് പേഴ്സൺസിന്, അവിടെ സർവീസ് നൽകുന്ന വ്യക്തികൾക്കെതിരെ അക്രമങ്ങൾ തടയുക. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ സ്വത്തുവകകൾ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള അക്രമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും തടയുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ വ്യക്തികൾക്കും യാതൊരുവിധ അക്രമങ്ങൾ അവരുടെ എതിരെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അവിടുത്തെ പേഴ്സണൽ പ്രോപ്പർട്ടീസിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ ആണോ? മിക്സ് നെക്സ്റ്റ് ചാപ്റ്ററിൽ പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ നമ്മൾ ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പേരുകളൊക്കെ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ കേട്ട് കാണും അല്ലെ? ചിലതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചിലത് നമുക്ക് പരിചയമുള്ളതും ഉണ്ടാവും ഇല്ലേ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടിട്ടുണ്ടോ? ചില മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇതിൽ ഒരു കുറച്ചധികം മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ എളുപ്പത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ പേരുകളും അതിന്റെ കുറച്ച് കാര്യങ്ങളും, കുറച്ച് എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉള്ള പ്രത്യേകമായിട്ടുള്ള ടൈപ്പുകൾ ഏതാണ്, കുറെ എക്സ്പാൻഡ് ചെയ്തൊന്നും പഠിക്കുന്നില്ല. വളരെ ഷോർട്ട് ആയിട്ട് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിളുകൾ ഏതാണ്, അങ്ങനെയൊക്കെ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കുറേ ഇല്ലാതെ ചെയ്ത് പഠിക്കേണ്ട, ഇതിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഓരോന്നും ഓരോ എക്യുപ്മെന്റുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു വ്യത്യസ്തമാണ്. അപ്പൊ ഏതൊരു എക്യുപ്മെന്റിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെ എക്യുപ്മെന്റ് പഠിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ എക്യുപ്മെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പൊ അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കതൊന്നും നമുക്ക് പരിചയമുള്ളതായിരിക്കാം. അല്ലാത്തവയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തൊന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. The medical apparatus is used for the definite purpose of diagnosis and treatment of disease or rehabilitation following disease injury. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അപ്പാരറ്റസ് നമ്മൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ? എന്തെങ്കിലും ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ അപ്പാരറ്റസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഇല്ലേ? അല്ലാതെ വെറുതെ നമ്മൾ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. എപ്പോഴും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, ഈ രോഗനിർണയത്തിനാണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളിലാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി either used singly or in conjointly with any accessory, consumable or other piece of medical apparatus. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ എങ്ങനെയാണ് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു ഓക്സിജൻ മാസ്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇപ്പൊ ഒരു സ്റ്റെതസ്കോപ്പ് നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഒരു തെർമോമീറ്റർ നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? പറ്റുമോ? മറ്റെന്തെങ്കിലും കൂടെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ല. അതേപോലെ അതേസമയം ഒരു ഓക്സിജൻ മാസ്ക് എങ്ങനെയാ ഉപയോഗിക്കുന്നത്? നമ്മള് അത് വെറുതെ കൊണ്ടുവച്ച എല്ലാ ഉപകാരം ഉണ്ടോ? ഒരു ഓക്സിജൻ മാസ്ക് ഏതെങ്കിലും സ്പേസിൽ കൊണ്ടുവച്ചുണ്ടോ?
ഇല്ല. അത് മറ്റെന്തെങ്കിലും കൂടുതലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ മറ്റെന്തെങ്കിലും അക്സസറീസോ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ കൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ അപ്പാരറ്റസുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കും ചിലവ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ എല്ലാം നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലത് മറ്റുള്ള ഉപകരണങ്ങളുടെ കൂടെ സംയോജിച്ചായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇനി ഏതൊക്കെയാണ് ആ മെഡിക്കൽ അപ്പാരറ്റസ് നമുക്ക് പഠിക്കാനുള്ളവ മാത്രമാണ് പഠിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം പഠിക്കാനുള്ളൂ. ഇത് കൂടുതലുണ്ടാകാം, അത് നമുക്ക് വേണ്ട. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് ഡീഫൈബ്രിലേറ്റർ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? കേട്ടിട്ടില്ലേ? പരിചയമുള്ള പേരല്ലേ? നോക്കി, defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് അല്ലെങ്കിൽ ഒരു കറണ്ട് കടത്തിവിട്ട് നമ്മൾ ഇതിനെന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡീഫൈബ്രിലേറ്റർ ഇമേജ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു ഇമേജ് ഒക്കെ നോക്കി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എന്താണെന്നൊക്കെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പിക്ചർ നോക്കി, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫിലിംസിലൊക്കെ കണ്ടു കാണില്ലേ ഈ ഒരു ഡീഫൈബ്രിലേറ്ററിന്റെ ചെയ്യുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒന്ന് ടിപ്പ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, അപ്പൊ എന്തിനാണ് ശരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്? ഈ ഡീഫൈബ്രിലേറ്റർ എന്തിനു ഉപയോഗിക്കുന്നതാ? നമ്മളൊരു ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഹാർട്ടിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരിച്ചെടുക്കാൻ അല്ലെ, നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ, സാധാരണ ഹൃദയമിടിപ്പിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഡീഫൈബ്രിലേറ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ ഫിലിംസിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ ഹാർട്ട് റേറ്റോ കാര്യങ്ങളോ കാണുന്നില്ല എങ്കിൽ ഉടനെ ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും അല്ലെ. കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നോക്കി, ഇനി ഇതിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ AED ആണ് കേട്ടോ. AED ആണ്. നിങ്ങളുടെ തെറ്റായിട്ട് കിടക്കുന്നെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. AED അറിയപ്പെടുന്നത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. അതായത് AEDയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ചോദിക്കാറുണ്ട് കേട്ടോ, AEDയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്. വിച്ച് ആർ കോമൺലി സീൻ ഇൻ മെനി പബ്ലിക് സ്പേസസ്. അത് പല പബ്ലിക് സ്പേസുകളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡീഫൈബ്രിലേറ്റർ ആണ്. I used to see the lives of people who experienced cardiac arrest. ഒരു കാർഡിയാക് അറസ്റ്റ്, ഒരു ഹൃദയസ്തംഭനം നേരിടുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ട് മിക്ക പബ്ലിക് സ്പേസുകളിലും കാണുന്ന ഒരു ഉപകരണമാണ് AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. മിസ് ഇതുപോലെ ഒരു ക്ലാസ്സിൽ എടുത്തുകൊടുത്തപ്പോ ഒരു കുട്ടി പറഞ്ഞിരുന്നു, മിസ് ഇങ്ങനെ എവിടെയാണ് തിരുവല്ല ബസ് സ്റ്റോപ്പിൽ അങ്ങനെ എന്തോ ആണ്, അവിടെയാണ് തോന്നുന്നു പറഞ്ഞത് ഇതുപോലെ AEDകൾ ഉണ്ടെന്ന്. അതായത് കോമൺ ആയിട്ടുള്ള പല പബ്ലിക് സ്പേസുകളിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, അവരുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ വേണ്ടി ഏറ്റവും എമർജൻസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. But defibrillator എന്ന് പറഞ്ഞാൽ എന്താണ്? That are equipment that bring back a normal heartbeat by sending an electric shock to the heart. ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ടോ കൊടുത്തുകൊണ്ട് അവരുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരികെ പിടിക്കുന്ന, തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് defibrillator. അതിനെ കോമൺ ആയിട്ട് നമ്മൾ പബ്ലിക് സ്പേസുകളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. ഓക്കെ ഓക്കെ രണ്ടാമത്തതും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ലേ? നിങ്ങൾ താഴെ പറഞ്ഞിരിക്കുന്ന മോഡലൊക്കെ കണ്ടിട്ടുണ്ടോ? തെർമോമീറ്റർ എങ്ങനെയായിരുന്നു? ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ആയിരുന്നു അല്ലെ. നമ്മുടെ വായുടെ ഉള്ളിലൊക്കെ പനി വരുമ്പോ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് വെച്ച് നോക്കുന്നത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ആയിരുന്നു അല്ലെ. അതേസമയം ഇപ്പൊ കുറെ അധികം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളവയൊക്കെ ഉണ്ടായി ഇല്ലേ. നമ്മുടെ കോവിഡ് വന്ന സമയത്തൊക്കെ എങ്ങനെയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഈ ഒരു തെർമോമീറ്റർ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലേ?
ഈ ഡിജിറ്റൽ ആയിട്ടുള്ള തെർമോമീറ്റർ നെറ്റിയിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ബാക്ക് സൈഡിൽ അല്ലെ, കൈയുടെ റിസ്റ്റ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിലൊക്കെ വെച്ച് നോക്കാറുണ്ട്. അങ്ങനെ പല മെത്തേഡുകളിൽ പല രീതിയിൽ പല ഇടങ്ങളിലായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററുകളിൽ 4 ടൈപ്പാണ്, പ്രധാനപ്പെട്ട 4 ടൈപ്പാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ. ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. നമുക്കറിയാം ഇപ്പൊ നെറ്റിയിൽ നമ്മൾ കോവിഡ് വന്ന സമയത്തൊക്കെ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്ററുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യതയോടെയുള്ള റിസൾട്ടുകൾ, ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ള റിസൾട്ടുകൾ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്ററിലൂടെ കിട്ടുന്നുണ്ട്. രണ്ടാമത് തെർമോമീറ്റർ, ഏതൊക്കെ ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ തെർമോമീറ്ററിന്റെ ടൈപ്പുകളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റർ വരാം, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ വരാം, ഫോർഹെഡ് തെർമോമീറ്റർ വരാം, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് വരാം. അപ്പൊ അടുത്തതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇതാണ് നമ്മുടെ ഇയറിനുള്ളിലെ ഇയർ കനാലിലുള്ള ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ട്, അവിടുത്തെ താപനില അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. സോ ടിൻടാനിക് ഓർ ഇയർ തെർമോമീറ്റർ എന്നാണ് കേട്ടോ. ഇയർ ആണ് കേട്ടോ ഇവിടെ. ഇയർ തെർമോമീറ്റേഴ്സ് measure the temperature inside the ear canal by way of infrared ray technology. ഒരു infrared ray technology ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു തെർമോമീറ്റർ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അല്ലെങ്കിൽ ടിംപാനിക് തെർമോമീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഇയറിലുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ അല്ലെ, ആ ഒരു പേരിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. മൂന്നാമത്തത് ഫോർഹെഡ് തെർമോമീറ്റർ. ഫോർഹെഡ് നമ്മുടെ നെറ്റിയിലെ ടെമ്പറേച്ചർ നോക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റേഴ്സ് അറിയാലോ അല്ലെ. Forehead thermometers utilize infrared sensors to measure that temperature. നമ്മുടെ നെറ്റിയിലെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഇതിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് സെൻസറുകളാണ്. ആ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർഹെഡിലുള്ള അല്ലെങ്കിൽ നെറ്റിയിലുള്ള ആ ഒരു ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഈ ഒരു ഫോർഹെഡ് തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കും. നാലാമത്തതാണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഗ്ലാസ് ആൻഡ് മെർക്കുറി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നിരിക്കുന്ന ടൈപ്പാണ് അല്ലെ. The mercury thermometers give precise temperature and reading and can be used orally, rectally or underground. ഈ ഒരു ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്ററിൽ നമുക്ക് ഇതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ റീഡിംഗ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടെയൊക്കെ വെച്ച് യൂസ് ചെയ്യാം, നമ്മൾ വായുള്ളിൽ വെക്കാറുണ്ട് അല്ലെ, ഓറലി വെക്കാറില്ലേ. നമ്മൾ പണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പനിയുണ്ടോ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ, ഈ ഒരു തെർമോമീറ്റർ എടുത്ത് കുറച്ചു നേരം നമ്മൾ വായുള്ളിൽ വെക്കും അല്ലെ. അല്ലായെങ്കിൽ നമ്മുടെ അണ്ണുണ്ട് നമ്മുടെ കക്ഷത്തിനടിയിൽ വെക്കാറുണ്ട് അല്ലെ, ആവിനടിയിൽ വയ്ക്കാറുണ്ട്, അണ്ടർ ആമിൽ വെക്കാറുണ്ട് ഇല്ലേ. അല്ലെങ്കിൽ റെക്ടൽ മലദ്വാരത്തിലൂടെയും നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ തെർമോമീറ്ററുകൾ 4 ടൈപ്പാണ് പറഞ്ഞത്. ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. വേഗം ഒന്ന് നോക്കിക്കേ. ക്ലിയർ ആണ്? ഓക്കെ ആണെങ്കിൽ നമുക്ക് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ, തേർഡ് വൺ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ഇതും കണ്ടു കാണുമല്ലോ അല്ലെ. നമ്മൾ ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഈ ഒരു ഉപകരണം ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. ഓക്കെ, blood pressure apparatus എന്ന് പറഞ്ഞാൽ the blood pressure gauge or blood pressure apparatus അല്ലെങ്കിൽ ഒരു blood pressure monitor is an equipment used to measure blood pressure എന്നാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്
ഈ ബ്ലഡ് പ്രഷർ ഗേജ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ഫിഗ്മോമാനോമീറ്റർ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? സ്ഫിഗ്മോമാനോമീറ്റർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് കേട്ടോ നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുന്ന ആ ഒരു എക്യുപ്മെന്റിന് അല്ലെങ്കിൽ ആ ഒരു അപ്പാരറ്റസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ഫിഗ്മോമാനോമീറ്റർ. ദാറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഫ്ലേറ്റബിൾ കഫ്. ഈ ഒരു ഉപകരണം കണ്ടു കാണുമല്ലോ അല്ലെ? ആ ഒരു ഉപകരണത്തില് ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. അതായത് നമ്മുടെ കൈയുടെ അവിടെ ഒരു സ്റ്റിക്കർ പോലെ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഭാഗം വെക്കാറില്ലേ? വെക്കാറുണ്ടോ? ചുറ്റി വെക്കാറില്ലേ? അതാണ് ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറയുന്നത്. വെച്ചാൽ എന്താ? ഇത് ഊതി വീർപ്പിക്കാവുന്ന രീതിയിലുള്ളതാണ് അല്ലെ? നമ്മുടെ കൈയുടെ അല്ലെങ്കിൽ എവിടെയാണ് പ്രഷർ നോക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇത് എന്ത് ചെയ്യും? ഒട്ടിച്ച് വെക്കും അല്ലെ? ചുറ്റി ഒട്ടിച്ച് വെക്കാറുണ്ട്. അത് എങ്ങനെയാണ് ഊതി വീർപ്പിക്കാൻ പറ്റുന്നതിൽ? ഇത് വീർത്ത് വരാറില്ലേ? വരാറുണ്ടോ? ടൈറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? മെഷറിംഗ് യൂണിറ്റ്. ഇവിടെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ അത്? മെഷറിംഗ് യൂണിറ്റ്. And a mechanism for inflation which can be handled manually. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചാൽ നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്ലേഷൻ മെക്കാനിസം ഉണ്ട് ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ഒരു ബലൂൺ പോലത്തെ ഭാഗം കണ്ടിട്ടില്ലേ? അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുവലി നമുക്കത് പ്രസ് ചെയ്യാനും റിലീസ് ചെയ്യാനും പ്രസ് ചെയ്യാനും നമുക്കത് മാനുവലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇൻഫ്ലേഷൻ ഭാഗം ഉണ്ടായിരിക്കും. ആ ഒരു ഭാഗം വെച്ച് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യുമ്പോഴാണ് ആ കഫ് എന്ത് ചെയ്യുന്നത്? വീർക്കുന്നത് അല്ലെ? വീർക്കുന്നതും അത് ചുരുങ്ങുന്നതും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പ്രഷർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ ഒരു മെഷർ യൂണിറ്റില് രേഖപ്പെടുത്തുകയും ചെയ്യും. ക്ലിയർ ആണോ? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഗേജ് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ വേറൊരു പേരാണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ടായിരിക്കും, ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻഫ്ലേഷൻ മെക്കാനിസവും കൂടി ഇതിലുണ്ടായിരിക്കും. വേഗം നോക്കിയേ. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാരിംഗോസ്കോപ്പ്. ഇത് കണ്ടിട്ടുണ്ടോ ഈ ഒരു പിക്ചർ? ഇത് അങ്ങനെ കണ്ടുപരിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ലാരിംഗോസ്കോപ്പ് ചിലർക്ക് പരിചയം ഉണ്ടാവും, എന്നാൽ ചിലർക്ക് അത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. മറ്റുള്ളവരെ പോലെ അതായത് ഒരു ബി പി അപ്പാരറ്റസിനെ പോലെ ഒന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ് എ പാർട്ട് ഓഫ് ദ ത്രോട്ട്. നമ്മുടെ തൊണ്ടയുടെ താഴെയുള്ള ഭാഗത്തെയാണ് ലാരിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നും പറയാറുണ്ട്. ഇത് ശരിക്കും എന്താ? ശ്വാസനാളം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ലാരിങ്സ് അല്ലെങ്കിൽ ആ ഒരു ശ്വാസനാളത്തിന്റെ ആ ഒരു ഭാഗത്തെ കൃത്യമായിട്ട് വ്യൂ ഓഫ് ദ ലാരിങ്സ്, ആ ഒരു ലാരിങ്സിന്റെ ഭാഗത്തെ ചിത്രം എടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ അപ്രോച്ച് ആണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പി. നിങ്ങൾ നെറ്റിൽ കടിച്ചു നോക്കിക്കഴിഞ്ഞാല് അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്? ഇത് ശരിക്കും ഇങ്ങനെ ഒരു എന്താണ് ഒരു പുറത്ത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് നമ്മുടെ തൊണ്ടയുടെ അവിടുത്തെ താഴേക്ക് ഈ ഒരു ഭാഗം താഴേക്ക് വരും. ആ ഒരു ഭാഗത്ത് ലെൻസും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ നമുക്ക് ആ ഒരു ലാരിങ്സിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള വ്യൂ അല്ലെങ്കിൽ ചിത്രം നമുക്ക് എടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതിന്റെ ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനമാണ്. That is used to get a view of the larynx. ലാരിങ്സിനെ കുറിച്ചുള്ള ആ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമുക്ക് ഇതിലൂടെ എടുക്കാൻ സാധിക്കും. അപ്പൊ ലാരിംഗോസ്കോപ്പ് അല്ലെങ്കിൽ ലാരിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ആ ഒരു ഉപകരണത്തെ ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നു. ആ പ്രൊസീജിയറിനെയാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ആ പേരിന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ലാരിങ്സിന്റെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്നത് ലാരിംഗോസ്കോപ്പ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കിയപ്പോ
ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് ഓക്സിജൻ മാസ്ക്. ഇത് നമുക്ക് പരിചയമുണ്ടല്ലോ അല്ലെ? ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതല്ലേ? Oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു ഓക്സിജൻ മാസ്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഓക്സിജൻ മാസ്കുകൾ എന്തിനു സഹായിക്കുന്നതാണ്? ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും അല്ലെ? അതിൽ നിന്നും ലങ്സിലേക്ക് ഒരു പേഷ്യന്റിന്റെ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ലങ്സിലേക്ക് ബ്രീത്തിങ് ഓക്സിജൻ കൃത്യമായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ഓക്സിജൻ ലങ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. So the oxygen mask may wrap only the nose and mouth or the whole face. രണ്ട് രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകൾ കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നോസിനെയും മൗത്തിനെയും മാത്രം കവർ ചെയ്യുന്ന രീതി. ഇതിപ്പോ ഈ കാണിച്ചിരിക്കുന്ന മോഡൽ അത് കണ്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് മിക്കപ്പോഴും പല ഇതിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സാധാരണ ഈ മോഡലാണ് കാണാറ് അല്ലെ? അതല്ല എങ്കിൽ ഹോൾ ഫേസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട് കേട്ടോ. രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദേ മേ ബി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ചിലപ്പോൾ അത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചവയുണ്ടാവാം, സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടൊക്കെ നിർമ്മിച്ചതായിട്ടുള്ള മാസ്കുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു ഓക്സിജൻ മാസ്ക് എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന് സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ബ്രീത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവരുടെ ലങ്സിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക്. അത് ഒന്നില്ലെങ്കിൽ നോസിനെയും മൗത്തിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ളതാവാം, അല്ലെങ്കിൽ ഹോൾ ഫേസിനെ കവർ ചെയ്യുന്നതാവാം. അത് പ്ലാസ്റ്റിക് കൊണ്ടോ സിലിക്കൺ കൊണ്ടോ അല്ലെങ്കിൽ റബ്ബറുകൾ കൊണ്ടോ നിർമ്മിച്ചവയും ലഭ്യമാണ്. വേഗം ഒന്ന് നോക്കിയോ ഓക്സിജൻ മാസ്ക്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG. ഇതും പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? ECG ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എടുത്തില്ലെങ്കിലും നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ മെഷീനൊക്കെ കണ്ടു കാണും അല്ലെ? ഇപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ECGയുടെ എക്സ്പാൻഡ് ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ECG, EEG അങ്ങനെയുള്ളതിന്റെ ചോദിക്കാറുണ്ട്. So electrocardiograph is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. ഇവിടെ നമ്മുടെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? ECG എടുക്കുമ്പോ അവിടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇലക്ട്രോഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുറച്ച് വയറുകളൊക്കെ ഒട്ടിച്ചു വെക്കുന്നില്ലേ? അപ്പൊ അതിന്റെ ടിപ്പിൽ ഇലക്ട്രോഡ്സ് ആയിരിക്കും. അപ്പൊ അതങ്ങനെ കൃത്യമായിട്ട് ആ ഒരു സ്കിന്നിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക് ഫങ്ഷൻസ് എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. ഒരു കൃത്യമായ സമയമുണ്ടാവും. ആ ഒരു സമയത്തിനുള്ളിൽ അവരുടെ ഹാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ സ്കിന്നിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഇലക്ട്രോഡ്സുകളിലൂടെയാണ് ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സഹായകമാകും. ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം യൂസിംഗ് ഇലക്ട്രോഡ്സ് വിച്ച് ആർ പുട്ട് ഓൺ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിന്റെ സഹായത്തോടു കൂടി ഒരു ഗിവൺ പീരിയഡ് ഓഫ് ടൈമിനുള്ളിൽ അവരുടെ ഹാർട്ട് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ളതാണ് കേട്ടോ. നമുക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് മിസ് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. അടുത്തത് വെയിങ് മെഷീൻ.
വെയിങ് മെഷീൻ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ വെയിറ്റ് എടുക്കാറുള്ള ആളുകളില്ലേ? ഒരിക്കലും വെയിറ്റ് എടുക്കാറുണ്ടല്ലോ അല്ലെ? പണ്ട് നമുക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ ആയിരുന്നു ആദ്യം കാണുന്നത്. നിങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ലേ അല്ലെ? പണ്ട് കാലങ്ങളിൽ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ലേ? എന്നാലും ഇപ്പൊ ഇങ്ങനത്തെയാണോ കൂടുതൽ അവൈലബിൾ? ഡിജിറ്റലൈസ്ഡ് ആണ് അല്ലെ? അല്ലെ? ഇപ്പൊ കൂടുതലും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് അല്ലേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഇവിടെ digital scale is a kind of electronic weighing machine which measures many readings. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള മുൻപത്തെ ഈ പഴയകാല വെയിങ് മെഷീനിൽ നമുക്ക് വെയിറ്റ് മാത്രമല്ലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ബോഡിയുടെ വെയിറ്റ് മാത്രം. എന്നാൽ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡിജിറ്റൽ സ്കെയിൽ പോലെയുള്ള ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല റീഡിങ്സ് എടുക്കാൻ പറ്റും. ബോഡി വെയിറ്റ് എടുക്കാം, ബോഡിയുടെ ഫാറ്റ് എടുക്കാം, BMI. എന്താണ് BMI? BMI എക്സ്പെറിമെന്റ് ഫോം ചോദിക്കാറുണ്ടേ. അറിയാത്തവരെന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കാം. എന്താ BMI എന്ന് പറഞ്ഞാൽ? ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് എഴുതി വെച്ചേ. BMI എക്സ്പെറിമെന്റ് ഫോം ബോഡി മാസ് ഇൻഡെക്സ്. ഇപ്പൊ ഒരു ഇലക്ട്രോണിക് ആയുള്ള ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്കെയിലും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു സ്മാർട്ട് വാച്ചുകളിലും ഇങ്ങനെയുള്ള കുറെ ഫെസിലിറ്റികളില്ലേ? ഹാർട്ട് റേറ്റ് നോക്കാം, സ്ട്രെസ് നോക്കാം ഇല്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ഓരോ ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീൻസും അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നമുക്ക് പല മെഷേഴ്സ് എടുക്കാൻ പറ്റും. ബോഡി വെയിറ്റ് മാത്രമല്ല, ബോഡി ഫാറ്റ്, BMI, ബോഡി മാസ് ഇൻഡെക്സ് മുതലായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വെയിങ് മെഷീൻ. അത് നോർമൽ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ളതും ഉണ്ടാവും, ഡിജിറ്റൽ ആയിട്ടുള്ള വെയിങ് മെഷീൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറയാം. നെക്സ്റ്റ് വരുന്നത് ട്രോളി. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകള്? ട്രോളി പലതരത്തിലുള്ള ട്രോളികൾ കണ്ടിട്ടുണ്ടോ? സെയിം ടൈപ്പുള്ള ട്രോളികളാണോ എല്ലാം? അല്ല, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് വേറെ ടൈപ്പ് ആയിരിക്കും അല്ലെ? പലതരത്തിലുള്ള ട്രോളീസ് ഉണ്ട്. അപ്പൊ ട്രോളി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നേ? മെഡിസിൻസ് കൊണ്ടുപോകാനുള്ള ട്രോളീസ് ഉണ്ട്, എക്യുപ്മെന്റുകൾ കൊണ്ടുപോകാനുള്ള ട്രോളീസ് ഉണ്ട്, വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ട്രോളീസ് ഉണ്ട് അല്ലെ? ഒരുപാട് ടൈപ്പ് ട്രോളീസ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കും. സോ ട്രോളിയുടെ പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഓഫ് യൂസിങ് ട്രോളീസ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ടു ഹെൽപ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി റിസ്ക്. ഒരു യാതൊരുവിധ റിസ്ക്കും അല്ലെങ്കിൽ യാതൊരുവിധ അപകട സാധ്യതയും ഇല്ലാതെ ഒരു സാധനം എന്തുമായിക്കട്ടെ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രോളി എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രോളി. സോ ഹോസ്പിറ്റൽ ട്രോളീസ് ആർ ക്രാഷ് കാർട്ട് ട്രോളി, മെഡിസിൻ ട്രോളി, SS dressing trolley, stainless steel dressing trolley and instrument trolley. ഇപ്പൊ ഇവിടെ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാല് എമർജൻസി സിറ്റുവേഷൻ, ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഒരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിനുകളോ അല്ലെങ്കിൽ എക്യുപ്മെന്റുകളോ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. മെഡിസിൻ ട്രോളി എന്ന് പറഞ്ഞാല് മെഡിസിൻസ് കൊണ്ടുപോകാൻ സഹായിക്കുന്നവയാണ്. SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡ്രസ് ചെയ്യാൻ വേണ്ടി നഴ്സസ് ഒരു ഡ്രസ്സിംഗ് കാര്യങ്ങളും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാറില്ലേ ഒരു ട്രോളിയില്? വരാറില്ലേ? അതിനെയാണ് ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത്. അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ട്രോളികളും ഉണ്ടായിരിക്കും. ട്രോളി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹെൽപ്സ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി റിസ്ക്. അപ്പൊ യാതൊരുവിധ റിസ്കോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ട്രോളീസ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ട്രോളീസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഇത്രയും മനസ്സിലാക്കാം. ക്ലിയർ ആണോ അത്? അടുത്തതാണ് വീൽ ചെയർ. ഇത് പറയാലോ. ക്രാഷ് കാർട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ, ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട്. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി ഒരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു കാഷ്വാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് ഉടനെ നമുക്ക് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രാഷ് കാർട്ട് ട്രോളികൾ. അത് നമ്മൾ എക്സ്ട്രാ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു എക്യുപ്മെന്റ് ആയിട്ട് എന്നൊരെണ്ണം പഠിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ കൂടുതൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വീൽ ചെയർ. വീൽ ചെയർ നിങ്ങൾ കണ്ടിട്ടില്ലേ? പരിചയമുള്ളതല്ലേ വീൽ ചെയർ? അപ്പൊ വീൽ ചെയർ എന്താണ്? വീലിന്റെ മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലെ? ഒരു വീൽ ഉപയോഗിച്ച് ചലിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഉപകരണമാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. സോ ദ ഇൻസ്ട്രുമെന്റ് ഈസ് മൂവ്ഡ് മാനുവലി. ഈ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ്? ബൈ ടേണിംഗ് ദ വീൽ ബൈ ഹാൻഡ്. നമുക്ക് കൈകൊണ്ട് ആ വീല് കറക്റ്റ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം, മാനുവലി മൂവ് ചെയ്യിപ്പിക്കാം അല്ലെ? അതുപോലെ തന്നെ വേരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം. ഇപ്പൊ പലതരത്തിലുള്ള സംവിധാനങ്ങളില്ലേ? റിമോട്ട് കൺട്രോളിലൊക്കെ പോകുന്ന ട്രോളീസ് ഇല്ലേ? ഉണ്ടോ? മുൻപ് നമ്മൾ വീൽ ഉപയോഗിച്ച് നമ്മൾ വീല് കറക്കിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതേസമയം പലതരത്തിലുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രോളീസ് അവൈലബിൾ ആണ് അല്ലെ? വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ people who feel walking is difficult or impossible because of illness. ഈ ഒരു വീൽ ചെയർ ആവശ്യമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ വേണം? വേണ്ട അല്ലെ? who feel walking is difficult, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെ? അതുപോലെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടോ അവർക്ക് നടക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നടക്കാൻ സാധിക്കുമെങ്കിൽ പോലും അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വീൽ ചെയർസ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് രീതിയിലുള്ള വീൽ ചെയർസ് അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് മാനുവലി വീലുകൾ ഹാൻഡ് ഉപയോഗിച്ച് കറക്കിക്കൊണ്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നവയുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും റിമോട്ടുകളോ കാര്യങ്ങളോ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന വീൽ ചെയർസും ഇവിടെയുണ്ട്. അപ്പോൾ വീലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചലിക്കുന്ന ഉപകരണമാണ് വീൽ ചെയർ. അപ്പൊ അതിന് പലതരത്തിലുള്ളവയുണ്ട്. അതിനനുസരിച്ച് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇത് വാക്കിംഗ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയുടെയോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് നടക്കാൻ സാധ്യതയില്ലാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്കും നമ്മൾ ഈ ഒരു വീൽ ചെയർ വളരെ ഉപയോഗപ്രദമാണ്. ക്ലിയർ ആണോ വീൽ ചെയർ? ഇതൊക്കെ നമുക്ക് എപ്പോഴും കണ്ടു പരിചയമുള്ളതായതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. അടുത്തതാണ് സ്ട്രക്ചർ. ഇതും കണ്ടു പരിചയമുള്ളതല്ലേ? സ്ട്രക്ചേഴ്സ്. A structure is an instrument used for carrying patients who need medical care. അല്ലെ? ഒരു വൈദ്യപരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചർ. ആണല്ലോ. സ്ട്രക്ചേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ ബൈ എമർജൻസി മെഡിക്കൽ സർവീസ്. അതായത് ഒരു എമർജൻസി മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട് ഏതൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഹോസ്പിറ്റലിന് പുറത്താണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു അക്യൂട്ട് സിറ്റുവേഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, ആ ഒരു സമയത്ത് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ ആ പ്ലേസിൽ നിന്ന് മാറ്റണമെങ്കിലോ നമ്മൾ എന്തിന്റെ സഹായമാണ് ഉപയോഗിക്കുന്നത്? സ്ട്രെച്ചറല്ലേ എടുക്കാറ് അല്ലെ? ഒരു ആംബുലൻസിലേക്ക് കയറ്റണമെങ്കിൽ അത് ആംബുലൻസിനുള്ളിലും എന്തിനെയാണ്? ഒരു അടിയന്തര സാഹചര്യം വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വീൽ ചെയർ കൊണ്ടാണോ വരാറ്? ആണോ? വീൽ ചെയർ ആണോ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എടുക്കാം? അല്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സർവീസുകൾ കൊടുക്കണമെങ്കിൽ ആ ഒരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന സ്ട്രെച്ചറുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടി പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. സ്ട്രെച്ചർ ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് വരുന്നത് തേർഡോടി നമുക്ക് പറയാം കേട്ടോ. സക്ഷനിങ് മെഷീൻ. ഈ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ? സക്ഷനിങ് മെഷീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. A suctioning machine is movable instrument. ഇത് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. മെഡിസിനൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഴ്സൺസ് എയർവേ ആൻഡ് മൗത്ത്. ഒരു വ്യക്തിയുടെ എയർവേയിൽ നിന്നോ അല്ലെങ്കിൽ മൗത്തിൽ നിന്നോ ഫ്ലൂയിഡുകളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ സക്ക് ചെയ്തെടുക്കാൻ, സക്ക് ചെയ്തെടുക്കാൻ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സക്ഷനിങ് മെഷീൻ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ മൗത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും സക്ക് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ പൈപ്പ് പോലത്തെ
എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഡെന്റിസ്റ്റുകളുടെയൊക്കെ ക്ലിനിക്കുകളിൽ പോകുമ്പോ എന്തെങ്കിലും പല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യും, എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാറുണ്ട് അവര്. കണ്ടിട്ടുണ്ടോ? ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആ വായിൽ വരുന്ന വെള്ളമൊക്കെ വലിച്ചു കളയല്ലേ? നമ്മളെ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ട്യൂബ് ഇട്ടിട്ട് അവർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്, സഖ്യകരുത്തല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇതുപോലെ തന്നെ മൗത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ അവരുടെ എയർവേയില് കഫം വന്നടിയാം അല്ലെ, മ്യൂക്കസ് വന്ന് നിറഞ്ഞിട്ട് അവർക്ക് ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, കുട്ടികളൊക്കെ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് അവരുടെ ശ്വാസനാളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ ഒരു സക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഫ്ലൂയിഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയോ കാര്യങ്ങളോ ആണെങ്കിൽ പോലും നമുക്കിപ്പോ ഒരു കഫമോ അല്ലെങ്കിൽ മ്യൂക്കസോ ബ്ലഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു മൗത്തിൽ നിന്നോ എയർവേയിൽ നിന്നോ സക്ക് ചെയ്തെടുക്കാൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മെഡിസിനൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സക്ഷനിങ് മെഷീൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഫ്ലോമീറ്റർ തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു 11 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചിട്ട് വരട്ടെ. താങ്ക് യു.